ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കബ്ബൻ പാർക്കിലെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ ഒരു വീഡിയോയുമാണ് ഷെയർ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ ഇവിടുന്ന് മെട്രോയ്ക്കാവും പോകുന്നത്. കബ്ബൻ പാർക്കിൻ്റെ എൻട്രിയിൽ തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ട്രെയിൻ കയറി ഇത് പാസ് ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിപ്പോൾ MG റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കബ്ബൻ പാർക്കിൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡിലേക്ക് വരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പഴയ ഒരു ഫൈറ്റർ കാണാൻ സാധിക്കും. അതിനുശേഷം കബ്ബൻ പാർക്ക് അതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് നന്നായിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ തേജസ് എന്ന് പറഞ്ഞ് പണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വിമാനമാണ്. അതിനെന്തോ കംപ്ലൈൻറ്റ് പറ്റിയ സമയത്ത് അവരോട് പ്ലേസ് ചെയ്യാനുണ്ടായത്. ഇനി ഇവിടെ കബ്ബൻ പാർക്കിലേക്ക് പോകുന്ന എൻട്രിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇവിടെ ഏവിയേഷൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് എയറോനോട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഓഫീസൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ നടന്നു പോകുന്നതാണ് കബ്ബൻ പാർക്കിൻ്റെ എൻട്രി. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് മുഴുവൻ കോടതി സമുച്ചയങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഹൈക്കോടതി ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഫോട്ടോയൊക്കെ പിന്നീട് കാണിക്കാം. ഇത് നമ്മുടെ കബ്ബൻ പാർക്കിൻ്റെ ഒരു എൻട്രിയാണ്. റൈറ്റ് സൈഡ് മുഴുവൻ കോടതികൾ, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റോഡ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇത് ഏകദേശം 300ഓളം ഏക്കർ വരുന്ന ബാംഗ്ലൂരിലെ തന്നെ അത്യാവശ്യം ഏറ്റവും വലിപ്പമുള്ള ഒരു ഗ്രീനറി കൊണ്ട് നിറഞ്ഞ ഒരു പാർക്കാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ രാവിലെ മുതൽ നടക്കാൻ വരുന്നവരുണ്ട്, വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഓരോ ഉദ്ദേശത്തോട് വരുന്നത്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റിയുള്ള പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ചെറിയ ചെറിയ ബോർഡുകൾ ഇതുപോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കോടതിയുടെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ ജസ്റ്റ് വീക്കെൻഡ് ടൈം സ്പെൻഡ് ചെയ്യാനും വെറുതെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ ഏകദേശം കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ഗ്രീനറിയാണ്. കണ്ണിന് ഞാൻ ഈ പോകുന്ന സമയത്തും ഒരു മഴ കഴിഞ്ഞിട്ട് അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ അന്തരീക്ഷം നിൽക്കുന്ന ഒരു സമയത്താണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിനകത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ കോടതികൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രസ് ക്ലബ്ബ് ഇവിടെ തന്നെയാണുള്ളത്. പ്രസ് ക്ലബ്ബ്, അതിനുശേഷം ഹൈക്കോർട്ട് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ പുറത്തായിട്ടാണ് വിധാനസൗധ. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. വിധാനസൗധയാണ് ഇവിടുത്തെ നിയമസഭ പറയുന്ന പോലെ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നിയമസഭ പോലെ ഇവിടുത്തെ വിധാനസൗധ എന്നാണ് പറയുന്നത്. അത് ഇതിനടുത്താണ്. ഇത് കൂടാതെ ഈ കബ്ബൻ പാർക്കിന് ചുറ്റുമായിട്ട് കണ്ണീരവ സ്റ്റേഡിയം വരുന്നുണ്ട്. നമ്മുടെ പുനീത് രാജ്കുമാറിനെയൊക്കെ അടക്കിയത് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കുറേ, അതായത് ബാംഗ്ലൂരിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ് ഈ വരുന്നത്. പിന്നെ ഈ പാർക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കപ്പിൾസ് പാർക്ക് കൂടെയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ തംബ്നെയിൽ കൊടുത്തത് എന്താണെന്നും ഈ പാർക്കിൻ്റെ മറ്റൊരു പേര് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പെട്ടെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കാണാൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ശരിക്കും എൻട്രി ഫീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. വൈകിട്ട് 6 വരെയാണ് എൻട്രി ഉള്ളത്. അപ്പോൾ രാവിലെ മുതൽ നമുക്ക് വരുന്നതുകൊണ്ട് അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ കൂടുതലും ഈ സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ഒക്കെയാണ് ഇങ്ങനെ കപ്പിൾസായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് എന്താ പറയുന്ന കുണ്ഠിത പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ അതൊക്കെ പാസ് ചെയ്തിട്ട് ഹൈക്കോർട്ടിൻ്റെ ഒരു ഭാഗത്തേക്കാണ് വന്നത്. ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒരുപക്ഷെ ഇന്ത്യക്കാർ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരാളുടെ സംഭാവനയാണത്. വേറെ ആരുമല്ല, വിജയ് മല്യ. വിജയ് മല്യയുടെ നമ്മൾ കേട്ടിട്ടുള്ള UB സിറ്റിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അത് ഇതിൻ്റെ വെളിയിലാണ്. UB സിറ്റിയുടെ ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഞാനിങ്ങനെ നടന്നിട്ട് ഒരുപാട് പക്ഷികളെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പാസ് ചെയ്ത് പോകുന്നിടത്ത് കുറേ അണ്ണാനും പ്രാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാരണം എന്ന് പറഞ്ഞാൽ കടല വിൽക്കുന്ന ഒരാൾ അടുത്തുണ്ട്. അപ്പോൾ അതുവഴി പാസ് ചെയ്ത് പോകുന്നവരൊക്കെ ഇങ്ങനെ കടല വാങ്ങിച്ചിട്ട് പ്രാവിനും അണ്ണാനും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ജസ്റ്റ് ഇവരെ ഒന്ന് അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് നോക്കിയെങ്കിലും വന്നില്ല. അതിനുശേഷം ഞങ്ങൾ കടല മേടിച്ച് കൊടുത്തതിന് ശേഷം പ്രാവും അണ്ണാനും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവർക്ക് സാധാരണ ഏറ്റവും കൂടുതലൊരു റിഫ്രഷ്മെൻറ്റ്, ഇപ്പോൾ ഒരു നേച്ചർ ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാൽബാഗ് അല്ലെങ്കിൽ കബ്ബൻ പാർക്കിലാണ് വരാറുള്ളത്.
ലാൽബാഗിൽ ചാർജ് ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട്. കബ്ബൺ പാർക്കിൽ പക്ഷേ എൻട്രി ഫീസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് വരുന്നൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കപ്പിൾസിൻ്റെ വ്യൂ ആണ്. ഇനി വേറൊരു രസമെന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും അവർ കാണാതെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വാച്ചേഴ്സ്, സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലും അവർക്ക് ഇതിൽ ഇടപെടുന്നതിനൊരു ലിമിറ്റുണ്ട്. നല്ലൊരു സെൻട്രൽ പോർഷനാണ്, കോടതിയുടെ അടുത്താണ്. പക്ഷേ അവരൊക്കെ ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകും. ഇത് ചെറിയ കുട്ടികളാണ്, അതാണ് നമുക്ക് സങ്കടം വരുന്നത്. പിന്നെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എനിവേ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാനിത് കുറച്ച് ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിതിൻ്റെ ഫുൾ ഭാഗം കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല. ഒരു നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഏകദേശം മഴ തോരാറായപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ കബ്ബൺ പാർക്കിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.